എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നുണ്ട്, എല്ലാ ജില്ലകളിലും വെള്ളം കയറുന്നതായിട്ടും മഴയുടെ പ്രശ്നങ്ങളുമൊക്കെ. നമ്മൾ പരസ്പരം ഏത് ജില്ലക്കാരാണ്, ഏത് സ്ഥലത്താണ് താമസിക്കുന്നത് പോലും നമുക്ക് ആർക്കും അറിയില്ലെങ്കിലും എല്ലാവരുടെയും പ്രാർത്ഥന പരസ്പരം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഞങ്ങളെല്ലാവരും ഓക്കെയാണ് കേട്ടോ. ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ഇതുവരെയും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളും സുഖമായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുകയും ഒപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. മഴ തോരും മുൻപേടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സാമുവലിൻ്റെയും സേവിച്ചൻ്റെയും ഉപദേശപ്രകാരം റീത്താമ്മച്ചി എസ്.ഐയുടെ അടുത്തേക്ക് പരാതിയുമായി ചെല്ലുകയാണ്. എന്നാൽ പരാതി എത്തിയ ഉടനെ തന്നെ സ്റ്റാൻലി ജോസഫിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. വാദിപ്രതിയായ ഒരവസ്ഥയായി മാറുകയാണ് അവിടെ വെച്ചിട്ട്. കാരണം ഈ വീടും സ്ഥലവും, എന്തിനേറെ പറയുന്നു, സ്റ്റാൻലി ജോസഫ് നശിപ്പിച്ചു എന്ന് പറയുന്ന ഈ കാറ് പോലും സ്റ്റാൻലിയുടെ പേരിൽ തന്നെയാണെന്ന് എസ്.ഐക്ക് മനസ്സിലാവുകയാണ്. എസ്.ഐ അതിൻ്റെ പ്രിൻ്റുകളെല്ലാം എടുത്തു വെച്ചിട്ട് റീത്താമ്മച്ചിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. റീത്താമ്മച്ചി ചെറിയൊരു ഭയത്തോടു കൂടി തന്നെ സാമുവലിനെ വിളിക്കുകയാണ്. സാമുവൽ തൻ്റെ ഫ്രണ്ടായിരുന്ന എസ്.ഐ സ്ഥലം പോയെങ്കിലും അതേ എസ്.ഐയുടെ പരിചയത്തിൻ്റെ പുറത്ത് ഇപ്പോൾ പുതിയതായിരിക്കുന്ന എസ്.ഐയോട് തൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചേച്ചിയെ പെട്ടെന്ന് തന്നെ ഊരിക്കൊണ്ടു പോരാമെന്ന പ്രതീക്ഷയോടുകൂടി റീത്താമ്മച്ചിയുമായി എത്തുന്നുണ്ട്. എന്നാൽ പുതിയതായി വന്നിരിക്കുന്ന എസ്.ഐ ആരുടെയും പിൻബലമോ പരിചയമോ നോക്കി സംസാരിക്കുന്ന ആളല്ലെന്ന് മനസ്സിലാക്കുന്നുണ്ട്. കൂടാതെ തന്നെ എസ്.ഐ റീത്താമ്മച്ചിയോട് ചോദിക്കുന്നുണ്ട്, അയാളുടെ കാറ് അയാൾ ഓടിച്ച് കയറ്റി നശിപ്പിച്ചതിൽ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് പരാതി തന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയാൾക്ക് അങ്ങനെ ഒരു കാറിനോട് താല്പര്യമില്ല എങ്കിൽ അയാൾക്കത് ഏത് വിധേനയും നശിപ്പിക്കാനുള്ള പൂർണ്ണ അവകാശം അയാൾക്ക് തന്നെയാണ്. അയാൾ വില കൊടുത്ത് വാങ്ങിയ ഏതൊരു വസ്തുവും അയാൾക്ക് നശിപ്പിക്കുക തന്നെ ചെയ്യാം. പൊതുസ്വത്താണെങ്കിൽ നമ്മൾക്ക് ആർക്ക് വേണമെങ്കിലും അയാൾക്കെതിരെ പരാതി കൊടുക്കാമായിരുന്നു. നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് സ്റ്റേഷനിൽ കയറി വന്ന് എൻ്റെ മുമ്പിലേക്ക് ഈ പരാതി വെച്ചതെന്നൊക്കെ എസ്.ഐ റീത്താമ്മച്ചിയോട് ചോദിക്കുന്നത് കേട്ടിട്ട് റീത്താമ്മച്ചി ആകെ നാണം കെട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ്. കൂടാതെ എസ്.ഐ പറയുന്നുണ്ട്, അയാളുടെ മകളെ കാർ ഓടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് നിങ്ങളാണ്. എന്നിട്ടിപ്പോൾ വാദി പ്രതിയാക്കി നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്നാണോ നിങ്ങൾ വിചാരിച്ചതെന്നൊക്കെ. ഇതൊക്കെ കേൾക്കുമ്പോൾ റീത്താമ്മച്ചി പറയുന്നുണ്ട്, ഇത് അങ്ങനെയൊന്നുമല്ല സർ, അയാളുടെ മറ്റൊരു ഭാര്യയിലുണ്ടായ മകളാണ്. ഈ പറയുന്ന അയാളുടെ ആദ്യ ഭാര്യ എൻ്റെ സഹോദരിയുമാണ്. അവൾക്കൊരു പ്രശ്നം വരുമ്പോൾ അവളെ സപ്പോർട്ട് ചെയ്യേണ്ടതും അവൾക്ക് ഒപ്പം തന്നെ നിൽക്കേണ്ടതും ഒരു ചേച്ചി എന്ന നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് തോന്നി സാറെന്ന് പറയുന്നുണ്ട്. ഒരാളെ കൊല്ലാൻ ശ്രമിച്ചിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ അനിയത്തിനോടുള്ള സ്നേഹവും ഉത്തരവാദിത്തവും ഒക്കെ കാണിക്കേണ്ടത്? അയാളിപ്പോൾ ഇവിടെ ഒരു പരാതി തന്നാൽ നിങ്ങളെ എനിക്കിവിടെ ജയിലിൽ പിടിച്ചിടാനുള്ള എല്ലാ വകുപ്പും അതിലുണ്ട്. ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ വിശദീകരിച്ച് തന്നെ പറഞ്ഞു തരാമെന്ന് എസ്.ഐ പറയുന്നുണ്ട്. എന്നാൽ റീത്താമ്മച്ചി ആകെപ്പാടെ ഭയന്ന് നിൽക്കുകയാണ്. എസ്.ഐ ഒരു പോംവഴി എന്നോണം റീത്താമ്മച്ചിയോട് സാമുവലിനോടും പറയുന്നുണ്ട്, അയാൾ കേസൊന്നും വേണ്ടാന്ന് വെക്കാം. കാരണം അയാളുടെ മകളെ നിങ്ങൾ ഉപദ്രവിച്ചെങ്കിൽ അതും അയാൾ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട കാർ ഉപയോഗിച്ച് തന്നെ. നിങ്ങളുടെയൊക്കെ ധൈര്യം സമ്മതിച്ച് തന്നിരിക്കുന്നുവെന്ന് റീത്താമ്മച്ചിയോട് എസ്.ഐ പറയുമ്പോഴും റീത്താമ്മച്ചി അത് തിരുത്തി പറയാൻ കൂട്ടാക്കുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, അത് അതിനേക്കാളും വലിയ പ്രശ്നമായി മാറും. സ്ത്രീ പീഡനം വരെ ആയേക്കാം. കാരണം സാമുവൽ വീടിനകത്ത് കയറി അലീനയെ വലിച്ച് പുറത്തേക്കിടുകയായിരുന്നല്ലോ. അങ്ങനെയാണ് അലീനയ്ക്ക് അപകടം സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ റീത്താമ്മച്ചി തെറ്റിദ്ധരിച്ചിരിക്കുന്നത് റീത്താമ്മച്ചിയോട് അലീനയ്ക്ക് വൈരാഗ്യം തോന്നിയിട്ടാണ് അവൾ അങ്ങനെ ഒരു പരാതി കൊടുത്തിരിക്കുന്നതെന്നാണ്. അത് എന്തെങ്കിലും ആവട്ടെ, ഇപ്പോൾ തൽക്കാലം സാമുവലിന് ഈ കേസിൽ പെട്ടിട്ടില്ലല്ലോ എന്ന സമാധാനത്തിൽ തന്നെ നിൽക്കുകയായിരുന്നു റീത്താമ്മച്ചി. അവളോടുള്ളത് പിന്നീട് ഞാൻ ചോദിച്ചോളാമെന്നു മനസ്സിൽ വൈരാഗ്യവും ഉദിച്ചിട്ടുണ്ട്. ഇതേ സമയം എസ്.ഐ അവരോടായി ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ ഈ നിമിഷം ഇവിടെ വെച്ച് തന്നെ പുറത്തിരിക്കുന്ന ആ കേണൽ സാബിനോട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ അവസാനിക്കുമെന്ന്. അവർക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു എസ്.ഐ പറഞ്ഞത്.
കാരണം താന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വ്യക്തികളിൽ ഒരാൾ തന്നെയാണ് സ്റ്റാൻലി ജോസഫ്. അങ്ങനെയുള്ള അയാളുടെ മുഖത്ത് നോക്കി എന്നോട് ചെയ്തതിനൊക്കെ മാപ്പ് തരണമെന്നും ഞാൻ ചെയ്തതൊക്കെ തെറ്റായി പോയുവെന്നും ഏറ്റു പറയേണ്ട ഒരവസ്ഥ ഒട്ടും തന്നെ ചിന്തിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഇത്രയ്ക്ക് സാമർഥ്യവും കുരുട്ടുബുദ്ധിയുമുള്ള റീത്താമ്മച്ചിക്ക്. അവരുടനെ തൻ്റെ സഹോദരനോട് ചോദിക്കുന്നുണ്ട്, എടാ ഇതെന്നതാ ഈ എസ് ഐ പറയുന്നേ? അയാളോട് അവനെപ്പോലെ ഒരുത്തനോടൊക്കെ മാപ്പ് പറയാനോ? ഇത് കേൾക്കുന്ന എസ് ഐ പറയുന്നുണ്ട്, അങ്ങനെ ഒരാളോട് മാപ്പ് പറഞ്ഞു എന്ന് കരുതി നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അദ്ദേഹം രാജ്യം കാത്തുകൊണ്ടിരുന്ന ഒരു പട്ടാളക്കാരനാണ്. അദ്ദേഹത്തിനോട് മാപ്പ് പറഞ്ഞാൽ എന്ത് സംഭവിക്കാനാണ്? ഒരു കാലത്ത് നിങ്ങളുടെ രക്ഷകൻ തന്നെയായിരുന്നു അദ്ദേഹം. അതൊന്നും നിങ്ങൾ മറന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ എസ് ഐ പറയുന്നത് കേൾക്കുമ്പോൾ റീത്താമ്മച്ചിയുടെ മനസ്സിലേക്ക് പോകുന്നത് സ്റ്റാൻലി ജോസഫിൻ്റെ ക്യാഷ് എല്ലാം അടിച്ചെടുക്കുന്ന കാര്യമാണ് കേട്ടോ. എന്നാൽ എസ് ഐ അതൊന്നല്ല പറഞ്ഞിരുന്നത്, പട്ടാളക്കാരനാണല്ലോ നമ്മുടെ രാജ്യം കാക്കുന്നത് എന്നൊരർത്ഥത്തിലായിരുന്നു. റീത്താമ്മച്ചിയോട് പിന്നീട് അദ്ദേഹം അത് തിരുത്തി തന്നെ പറയുന്നുണ്ട്, രാജ്യം കാക്കുന്ന ഒരു പട്ടാളക്കാരനോട് മാപ്പ് പറഞ്ഞു എന്ന് കരുതി ഒരു തെറ്റും സംഭവിക്കാനില്ല. അല്ലെങ്കിൽ തന്നെ വെറുതെ ഒന്നും അല്ലല്ലോ, നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് തന്നെയല്ലേ. എസ് ഐ ഒരിക്കൽ കൂടി റീത്താമ്മച്ചിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താണ് വേണ്ടത്? കാരണം അദ്ദേഹത്തെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത്. നിങ്ങൾ അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞാൽ തീരാവുന്നതേ ഈ പ്രശ്നം ഇപ്പോൾ തൽക്കാലം ഉള്ളൂ. അതല്ല അദ്ദേഹം ഒരു പരാതിയായിട്ടാണ് എഴുതി തരുന്നതെങ്കിൽ നിങ്ങൾ എനിക്ക് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ യാതൊരു പോംവഴിയുമില്ലെന്ന്. സാമുവൽ പതിയെ റീത്താമ്മച്ചിയെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി ഇത് വലിയൊരു പ്രശ്നമായി മാറും. ചേച്ചി ഒരു കാര്യം ചെയ്, പറ്റിപ്പോയതിന് തെറ്റ് മാപ്പ് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു തീർത്തേക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അവസാനം കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ തലയിൽ തന്നെ വരും. പിന്നീട് എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് ചേച്ചിയാണെന്ന് എനിക്ക് പറയേണ്ടി വരുന്നൊക്കെ ഭീഷണി സ്വരത്തിൽ തന്നെ സാമുവൽ പറയുകയാണ്. സാമുവലിനെ കൊല്ലാനുള്ള ദേഷ്യത്തോടു കൂടി റീത്താമ്മച്ചി പറയുന്നുണ്ട്, നീ പോയി ആ എസ് ഐയോട് പറ ഞാൻ മാപ്പ് പറഞ്ഞോളാന്ന്, എനിക്ക് ദേഷ്യമാണ് വരുന്നതെന്നൊക്കെ. സാമുവലിന് അപ്പോഴാണ് സമാധാനമായത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു പീഡന കേസ് വരെ മാക്കി തീർക്കാൻ സ്റ്റാൻലിക്കും മകൾക്കും സാധിച്ചേനേന്ന് ഉറപ്പായിരുന്നു സാമുവലിന്. സാമുവൽ ഉടനെ തന്നെ എസ് ഐയോട് പറയുന്നുണ്ട്, നിങ്ങൾ പുറത്തിരിക്കുന്ന ആ മനുഷ്യനെ ഇങ്ങോട്ട് അകത്തേക്ക് വിളിച്ചോളൂ, ചേച്ചി അദ്ദേഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാണെന്ന്. അപ്പോൾ എസ് ഐ പറയുന്നുണ്ട്, നല്ല തീരുമാനം തന്നെയാണ്, വെറുതെ എന്തിനാണ് ഒരു വാക്കുകൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നത്തെ ഈ സ്റ്റേഷനിലും കോടതിയിലൊക്കെ കയറി ഇറങ്ങേണ്ട ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിരിക്കുന്ന സ്റ്റാൻലിയെ വിളിച്ചു കൊണ്ടുവരാനായി എസ് ഐ കോൺസ്റ്റബിളിനോട് പറയുകയാണ്. കോൺസ്റ്റബിൾ പുറത്തു പോയിട്ട് സ്റ്റാൻലി ജോസഫിനെ വിളിക്കുന്നുണ്ട്. നിങ്ങളോട് അകത്തേക്ക് വരാനായിട്ട് സാറ് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഉടനെ തന്നെ നമ്മുടെ സ്റ്റാൻലി ജോസഫ് അകത്തേക്ക് വരികയാണ്. വളരെ ദേഷ്യത്തോടും ഗൗരവഭാവവും ഒക്കെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രകടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളോട് ചെയ്ത ആ ഒരു ക്രൂരത റീത്താമ്മച്ചി മനഃപൂർവ്വം ചെയ്തതാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പായതുകൊണ്ട് തന്നെ റീത്തയുടെ മുഖത്തുപോലും നോക്കാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. എസ് ഐയോട് അദ്ദേഹം വളരെ മാന്യമായി തന്നെ ചോദിക്കുകയാണ്, സാർ എന്തിനാണ് എന്നെ അകത്തേക്ക് വിളിച്ചതെന്ന്. എസ് ഐ സ്റ്റാൻലിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറയുകയാണ്, സാറ് ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെപ്പോഴും സമാധാനത്തിന് വേണ്ടി മാത്രം പ്രയത്നിക്കുന്നവരാണല്ലോ. ഒരു പ്രശ്നം ഉണ്ടായാൽ അതില്ലാതാക്കാനും നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇവിടെ ഉണ്ടായ പ്രശ്നം ഇവരുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാണ്, നമ്മൾക്ക് മനസ്സിലാവും അത്. സാർ അതൊന്ന് ക്ഷമിച്ചു കൊടുക്കണം. അവരതിനെ മാപ്പ് പറയാൻ തയ്യാറാണ്. കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ടെന്ന് തന്നെയാണ് ഞാനും എൻ്റെയും അഭിപ്രായം എന്നൊക്കെ എസ് ഐ പറയുന്നുണ്ട്. സ്റ്റാൻലി കുറേ സമയം മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് സ്റ്റാൻലി അവരോടായി എസ് ഐയോടായി പറയുന്നുണ്ട്, സാറിനോട് ഇതൊക്കെ എനിക്ക് പറയാൻ പാടുണ്ടോ എന്നറിയില്ല, എങ്കിലും സാർ ഇത് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയുകയാണ്. ഇവരാവശ്യപ്പെടുന്ന തുക, ഇവരുടെ സഹോദരിക്കും മക്കൾക്കും വേണ്ടിയിട്ട് ഇവരാവശ്യപ്പെടുന്ന തുക എല്ലാ മാസവും ഞാൻ ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഭാര്യ എന്ന് പറയുന്ന എൽസമ്മ അധികം പുറത്തു പോവുകയോ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല.
അവൾ എല്ലാത്തിൽ നിന്നും ഒതുങ്ങി മാറി നിൽക്കുന്ന ഒരു ടൈപ്പാണ്. ആദ്യമൊക്കെ ഞങ്ങളുടെ വിവാഹബന്ധം, ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എല്ലാ അർത്ഥത്തിലും വളരെ മനോഹരമായി തന്നെ മുന്നോട്ട് പോയിരുന്നതാണ്. പിന്നെ ഇടക്കാലം വെച്ച് എന്താണ് അവൾക്ക് സംഭവിച്ചതെന്നറിയില്ല. ഞാൻ എന്ത് ചെയ്യുമ്പോഴും എൻ്റെ വീട്ടുകാരോട് അന്വേഷിക്കാൻ പാടില്ല, എൻ്റെ അപ്പച്ചനെ ഒന്നിലും ഞാൻ കൂട്ടാൻ പാടില്ല, അവൾ ഉദ്ദേശിക്കുന്നിടത്തായിരിക്കണം കാര്യങ്ങൾ വന്ന് എത്തിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരേ പിടിവാശികൾ അവളിൽ നിന്നും വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും രണ്ടിടത്തേക്കായി മാറി താമസിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ കൂടിയാലോചിച്ച് തീരുമാനമെടുത്തതൊന്നുമല്ല. അവളും മക്കളും ഒരു ദിവസം പെട്ടെന്നങ്ങ് ഈ നിൽക്കുന്ന റീത്താമ്മച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത്. പിന്നീട് എൻ്റെ ഭാര്യയും മക്കളും അങ്ങനെ മറ്റൊരാളുടെ ചിലവിൽ കഴിയേണ്ട ആവശ്യം എനിക്കില്ല. എന്നെ സംബന്ധിച്ച് അവളെയും മക്കളെയും പൊന്നുപോലെ നോക്കാനുള്ള സമ്പത്ത് ദൈവം എനിക്കായി നൽകിയിട്ടുണ്ട്, എൻ്റെ പ്രയത്നം കൊണ്ട് തന്നെ. അങ്ങനെയുള്ള ഞാൻ എന്തിനാണ് എനിക്കുണ്ടായ മക്കളെ മറ്റൊരാളെ കൊണ്ട് സംരക്ഷിപ്പിക്കേണ്ട ആവശ്യം? അതുകൊണ്ട് തന്നെ ഇവരാവശ്യപ്പെടുന്ന തുകയാണ് ഞാൻ ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇവരെന്തിനാണ് എൻ്റെ മകൾ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സാർ. അത് സാർ അത്ര സീരിയസ് ആക്കി എടുക്കണ്ട, വിട്ട് കളഞ്ഞേക്ക് എന്ന് SI പറയാണ്. ദൈവം സഹായിച്ച് നിങ്ങളുടെ മകൾക്ക് വേറെ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അത് അത്ര സീരിയസ് ആക്കി എടുക്കല്ലേ സാർ, ഇത് ഇവിടെ അവസാനിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് റീത്താമ്മച്ചിയോട് SI പറയാണ്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് വേഗം പറഞ്ഞ് നിങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ നോക്ക് എന്ന് പറയുന്നുണ്ട്. റീത്താമ്മച്ചി അവിടെ നിന്നിടത്ത് നിന്നും 2 സ്റ്റെപ്പ് മുന്നിലേക്ക് നടക്കുന്നുണ്ട്, സ്റ്റാൻലിയുടെ മുമ്പിലേക്കായിട്ട്. സ്റ്റാൻലിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് തല താഴ്ത്തിക്കൊണ്ട് റീത്താമ്മച്ചി പറയുകയാണ്, പെട്ടെന്നൊരു ദിവസം അങ്ങനെ ഒരുവൾ ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് അധികാരങ്ങളൊക്കെ സ്ഥാപിക്കുന്നത് കണ്ടപ്പോൾ ദേഷ്യം ഉണ്ടായിരുന്നു. എന്നാൽ അവളെ വകവരുത്തണമെന്നോ കൊല്ലണമെന്നോ ഒന്നും തോന്നിയില്ല. അവളങ്ങനെ മുറ്റത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ മനഃപൂർവ്വം തന്നെയായിരുന്നു കാറ് റിവേഴ്സ് എടുത്തത്. അത് വെറുതെ ഒന്ന് തട്ടിയിടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. സ്റ്റെപ്പിലേക്ക് തലയിടിച്ച് അവൾ വീഴുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്നോട് മാപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലിയുടെ മുമ്പിൽ തൊഴുത് നിൽക്കുകയാണ് റീത്താമ്മച്ചി. സ്റ്റാൻലിക്ക് ദേഷ്യമാണ് വന്നത്. ചെയ്തു വെച്ചിട്ട് ഒരു കൂസലുമില്ലാതെ ഈ സ്ത്രീ തൻ്റെ തെറ്റുകൾ ഏറ്റു പറയുന്നത് കേട്ടിട്ട്. ഇത് കേട്ടപ്പോൾ SIക്കും ദേഷ്യം വന്നു. SI ഉടനെ തന്നെ സാമുവലിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ സ്ത്രീയെ വിളിച്ചിറങ്ങാൻ നോക്ക്, പോകുന്ന വഴിക്ക് സഹോദരിയോട് ഒന്ന് ഉപദേശിച്ച് കൊടുത്തേക്ക്. ആരോടായാലും ഇത്രയ്ക്ക് ദേഷ്യവും വൈരാഗ്യവും ഒന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലെന്ന്. പ്രത്യേകിച്ച് ചെറിയൊരു പെൺകുട്ടിയല്ലേ അവൾ. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തിനാണ് ഇത്രയ്ക്ക് വാശിയും വൈരാഗ്യമൊക്കെ? ഒരമ്മ തന്നെയല്ലേ ഇവരും. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സാമുവലിനെ ഉപദേശിക്കുകയാണ് SI. സാമുവൽ ഉടനെ തന്നെ റീത്താമ്മച്ചിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. തൻ്റെ കാറിലേക്ക് ചേച്ചിയെ വിളിച്ച് കയറ്റിയിരുത്തി ഡ്രൈവിംഗ് സീറ്റിലേക്കായിട്ട് സാമുവലും ഇരിക്കുന്നുണ്ട്. റീത്താമ്മച്ചിക്ക് ആകപ്പാടെ അടിമുടി തരിച്ച് നിൽക്കുകയാണ്. അലീനയോടുള്ള ദേഷ്യവും വൈരാഗ്യവും ഒക്കെ അങ്ങ് അരിച്ച് കയറി നിൽക്കുകയാണ്. റീത്താമ്മച്ചി സാമുവൽ കാറിൽ കയറി ഇരുന്നിട്ട് റീത്താമ്മച്ചിയോട് പറയുന്നുണ്ട്, ചേച്ചി ഒന്ന് കൂളാവ്, എന്തിനാണ് ഇത്രയ്ക്ക് അരിച്ചം? നമുക്ക് ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കാം, അത് മാത്രമേ ഇനി നമ്മൾക്ക് ചെയ്യാൻ കഴിയൂ. ഇനിയിപ്പോൾ അവളുടെ ദേഹത്ത് ഒരു മണ്ണ് വീണാൽ പോലും അത് ഒരു പക്ഷേ കാറ്റിന് വന്ന് വീണതായിരിക്കാം, എങ്കിലും ആ കാറ്റ് ഊതിവിട്ടത് നമ്മളാണെന്നായിരിക്കും അടുത്തത് പറഞ്ഞുണ്ടാക്കാൻ പോകുന്നത്. കാരണം ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഞാൻ അവളെ വലിച്ച് മുറ്റത്തിട്ടിട്ടാണ് അവളുടെ നെറ്റി പൊട്ടിയതെന്ന് അവളൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കഥ അവൾ ചുറ്റി വളഞ്ഞ് ചേച്ചി കാറിടിപ്പിക്കാൻ നോക്കിയെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. അത് അവൾ മനസ്സിൽ കണ്ടിട്ടുണ്ടാവില്ലേ, ആ കാറ് നശിപ്പിക്കണം, പിന്നീട് ചേച്ചി ആ കാറ് യൂസ് ചെയ്യരുതെന്നൊക്കെ. അങ്ങനെ തന്നെ അവൾ പല കാര്യത്തിലും ചിന്തിച്ചെടുത്താൽ നമ്മൾ എന്നാ ചെയ്യും? ഈ കണ്ട കാലം നമ്മൾ പണിയെടുത്തതൊക്കെ വെറുതെ ആവില്ലേ? എൽസാമ്മയെ ഓരോന്ന് പറഞ്ഞ് പിന്തിരിപ്പിച്ച് ഒരു വീടും സ്വത്തും അവളുടെയും മക്കളുടെയും പേരിലാക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചുവെങ്കിൽ എവിടെ നിന്നോ കയറി വന്ന ഒരു പെണ്ണ് കാരണം ഇത്രയും നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നശിച്ചു പോവാൻ പാടില്ല. ഇനി എന്തായാലും അവൾ തിരിച്ചു വരില്ലായിരിക്കും ചേച്ചി.
അങ്ങനെ തന്നെ നമുക്ക് സമാധാനിക്കാം. പക്ഷേ ചേച്ചി ഒരു കാര്യം ശ്രദ്ധിക്കണം, അവളങ്ങനെ വെറുതെ ഒന്നും പോവത്തില്ല. അവൾ മനസ്സിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ അവളുടെ പപ്പയുടെ അടുത്ത് ചേച്ചിക്കിട്ട് ഒരു കൊട്ടും കൊടുത്ത് അവളങ്ങ് ആ ഹോസ്പിറ്റലിൽ അവിടെ കിടക്കുന്നതെന്ന് പറയുകയാണ്. ഇതെല്ലാം സാമൂഹിൽ പറയുമ്പോഴും റീത്താമ്മച്ചിയുടെ മനസ്സ് മുഴുവനും അരിശം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. റീത്താമ്മച്ചി പറയുന്നുണ്ട്, അവൾ കിടക്കുന്ന ഹോസ്പിറ്റലോട് കൂടി തന്നെ കത്തിച്ച് കളയാനുള്ള കലിപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങളാരും എന്നോട് തൽക്കാലം സംസാരിക്കാതിരുന്നാൽ അത്രയ്ക്ക് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. ഇതേ സമയം അങ്ങ് പോലീസ് സ്റ്റേഷനിൽ SI സ്റ്റാൻലി ജോസഫിനോടായി ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സാർ എന്നോട് ക്ഷമിക്കണം. എന്താണ് നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിനിടയിൽ ഇത്രയ്ക്ക് പ്രശ്നങ്ങളൊക്കെ എന്ന് സാർ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ മകള് നിങ്ങളുടെ കൂടെ വരാനുണ്ടായ സാഹചര്യം കൂടി പറയാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റാൻലി ഓക്കെയാണ്. സ്റ്റാൻലിക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. അലീന എന്ന് പറയുന്ന മകള് അദ്ദേഹത്തിനുണ്ടെന്ന് പറയുന്നതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ മകള് 10-23 വർഷക്കാലം ഒരു ഓർഫനേജിലാണ് വളർന്നതൊക്കെ. ഇങ്ങനൊരു മകൾ എനിക്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിക്ക് പറ്റിയൊരു തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് വിവാഹം മാത്രം കഴിച്ചില്ല എന്നേ ഉള്ളൂ. ഞങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ട് ആഗ്രയിൽ കഴിഞ്ഞിരുന്ന കാലത്ത് എൻ്റെ ഭാര്യ എന്ന് കരുതി ഞാൻ കൂടെ കൊണ്ടു നടന്നിരുന്ന പെൺകുട്ടി വിശേഷം പ്രഗ്നൻ്റ് ആവുകയും അവൾ 9 മാസം പ്രഗ്നൻ്റായി 8-9 മാസത്തോളം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുകയും ചെയ്തിരുന്നു. 1 വർഷത്തോളം ഞങ്ങൾ നിന്നിരുന്നു. എന്നാൽ 9 മാസം 8 മാസം കഴിഞ്ഞു. അവൾ 9ാമത്തെ മാസം കിടക്കുന്ന സമയത്ത് എൻ്റെ അമ്മച്ചിക്ക് ഇവിടെ നാട്ടിൽ വയ്യാതെയായി. എനിക്കിവിടേക്ക് വരേണ്ട ഒരു സിറ്റുവേഷനായി. അമ്മച്ചിയുടെ അസുഖം സീരിയസ് ആണെന്നറിഞ്ഞു. എനിക്കിവിടേക്ക് വരേണ്ട അവസ്ഥ വന്നു. ഞാൻ വന്നു. പിറ്റേ ദിവസം തന്നെ എൻ്റെ അമ്മച്ചി ഞങ്ങളെ വിട്ട് ഈ ലോകം വിട്ട് പോയി. പിന്നെ ഞാനും ഒരു മോശം കണ്ടീഷനിലൂടെയാണ് ആ സമയത്ത് കടന്നു പോയത്. കാരണം എല്ലാമായിരുന്നു എൻ്റെ അമ്മച്ചി. എനിക്കത് താങ്ങാനൊന്നും കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇതേ സമയത്ത് തന്നെ അവിടെ നിന്നും എൻ്റെ വൈഫിനെ, അങ്ങനെ തന്നെ പറയുന്നതായാണ് എനിക്ക് താല്പര്യം, എൻ്റെ വൈഫിനെ അവിടെ അവളുടെ വീട്ടുകാർ വന്ന് അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോയി. ഇതേ സമയത്ത് തന്നെ എനിക്കിവിടെ ആക്സിഡൻ്റായി. അവളുടെ പിന്നാലെ എനിക്ക് പോകാനുള്ള സമയമൊന്നും കിട്ടിയില്ല. എന്നാൽ ഞാൻ 1 വർഷം 1.5 വർഷത്തോളം ഞാൻ കോമ സ്റ്റേജിലായിരുന്നു. എൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്ന എൻ്റെ കസിൻ സ്പോട്ടിൽ തന്നെ ഡെത്താവുകയായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ വൈഫിൻ്റെ നാടന്വേഷിച്ച് വീടന്വേഷിച്ച് ഞാൻ എത്തിപ്പെട്ടപ്പോഴേക്കും അവളുടെ വിവാഹം കഴിഞ്ഞു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്നാൽ അവളുടെ ആ കുഞ്ഞിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞ് ജീവിച്ചിരിപ്പില്ല എന്നടക്കം അവരെന്നോട് ഞാൻ അറിയേണ്ട രീതിയിൽ അവരത് പ്രാവർത്തികമാക്കി. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും സർ? ഞാൻ അവിടെ നിന്നും പോന്നു. പിന്നീടാണ് ഒരു 2-3 വർഷക്കാലത്തിന് ശേഷം ഞാൻ മറ്റൊരു വിവാഹം കഴിക്കുന്നത്. ഞങ്ങളുടെ വിവാഹബന്ധം വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ. പിന്നെ സാർ ഈ പറഞ്ഞ പോലെ എൻ്റെ മകളെ എനിക്ക് കണ്ടെത്തി തന്നത് മറ്റൊരു വലിയ മനുഷ്യൻ തന്നെയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം വളരെ മാന്യനും വളരെ എങ്ങനെയാണ് അദ്ദേഹത്തെ വിവരിക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അദ്ദേഹമാണ് അവളെ എൻ്റെ കൈകളിലേക്ക് എത്തിച്ചു തന്നത്. ഇനിയുള്ള കാലമെങ്കിലും ഈ 23 വർഷം അവളുടെ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലാണ്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് അവളുടെ ഓരോ വാക്കുകളിൽ നിന്നും. എന്നാൽ ഇനിയുള്ള കാലമെങ്കിലും അവൾ എൻ്റെ വീട്ടിലൊരു രാജകുമാരിയായി ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ മറ്റുള്ള കുട്ടികളെക്കാളും വളരെ വ്യത്യസ്തയാണ് അവൾ. കാരണം എൻ്റെ വീട്ടിൽ അവൾ മാത്രമാണ് ഒരു മകളായിട്ടിപ്പോൾ ഉള്ളത്. പക്ഷെ അവൾക്കത് പോരാ. അവൾക്ക് എൻ്റെ ഭാര്യയെയും മക്കളെയും കൂടെ കൊണ്ടുവന്ന് അവളോടൊപ്പം താമസിക്കണം. അവളും അവളുടെ സഹോദരങ്ങളും ഞങ്ങൾക്കൊപ്പം സന്തോഷമായിട്ട് കഴിയണം. അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതിയുള്ള കുട്ടി തന്നെയാണ്. അതുകൊണ്ടാണ് അവൾ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ എതിർക്കാതെ എൻ്റെ അപ്പച്ചനെ അവളുടെ കൂടെ അയച്ചത്. ഓ, ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ താങ്കളുടെ അപ്പച്ചനും കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും സർ? ഇപ്പോഴും അവൾ അതേ വാശിയിൽ തന്നെയാണ് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും.
ഇത് കേൾക്കുന്ന എസ് ഐ പറയുന്നുണ്ട്, വാശിയില്ലാതിരിക്കില്ലല്ലോ. സ്റ്റാൻലി ജോസഫിൻ്റെ കേണലായ സ്റ്റാൻലി ജോസഫിൻ്റെ മൂത്ത മകളല്ലേ, അപ്പോൾ പപ്പയുടെ എല്ലാ വീറും വാശിയും അവൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് എസ് ഐയും പറയുന്നുണ്ട്. എസ് ഐയും സ്റ്റാൻലിയും തമ്മിൽ കുറേ നേരത്തെ സംഭാഷണങ്ങൾക്ക് ശേഷം വളരെ ഒരു സൗഹൃദം അവർക്കിടയിൽ ഉത്ഭവിക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്റ്റാൻലി ജോസഫ് ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്ത് പോകാൻ നേരത്ത് എസ് ഐയുടെ കയ്യിൽ നിന്നും നമ്പറൊക്കെ വാങ്ങിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. ഇതേ സമയം അദ്ദേഹം എത്തിപ്പെടുന്നത് ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ്. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും അലീനയെ അവിടെ നിന്ന് ഡിസ്ചാർജൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ രീതിയിലുള്ള മെഡിസിനൊക്കെ അവൾക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. 3-4 ദിവസത്തിന് ശേഷം സ്റ്റിച്ച് റിമൂവ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാനൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ സ്റ്റാൻലി ജോസഫ് വരാൻ വേണ്ടിയിട്ട് പുറത്ത് വന്ന് വെയിറ്റ് ചെയ്യാണ് നമ്മുടെ അലീനയും വല്യപ്പച്ചനും കൂടി. സ്റ്റാൻലി ജോസഫ് എത്തി ഉടനെ തന്നെ അലീന പറയുന്നുണ്ട്, ഇന്നെന്തായാലും ഞാൻ അവിടേക്ക് പോകുന്നില്ല പപ്പ, ഇനിയിപ്പോൾ ഇത്ര സമയമായില്ലേ, ഞാൻ എന്തായാലും നാളെ രാവിലെ ഞാനും വല്യപ്പച്ചനും കൂടി പോയിക്കോളാം, അന്നത്തെ പോലെ പപ്പ തന്നെ എന്നെ കൊണ്ടുവിട്ടാൽ മതി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അല്ല പപ്പ ഇത് ഇത്രയും നേരം എവിടെയായിരുന്നു? ഞങ്ങൾ ഡിസ്ചാർജ് ആവുന്ന കാര്യമൊക്കെ പപ്പ മറന്നുപോയോ? പപ്പ എന്താ വരാൻ വൈകിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ അലീനയോടായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, കുറച്ച് സമയം പോലീസ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു മോളെ. നമ്മുടെ റീത്തയെ ഉടനെ തന്നെ അവിടേക്ക് വിളിച്ചു വരുത്തി അപ്പോൾ തന്നെ നീക്കുപോക്കുകൾ നടത്താമെന്നാണ് വിചാരിച്ചതെന്നൊക്കെ. ഇത് കേൾക്കുന്ന അലീനയുടെ നെഞ്ചിൽ അകപ്പാടെ ഒരു ടെൻഷൻ ആവുകയാണ്. കാരണം അവൾ പറഞ്ഞതൊരു കള്ളായിരുന്നല്ലോ സ്റ്റാൻലിയോട്, അതെങ്ങാനും പുറത്തേക്ക് വന്നോ. അലീനയെ പെട്ടെന്ന് സ്റ്റാൻലിയുടെ മുഖഭാവമൊക്കെ ശ്രദ്ധിക്കുകയാണ്. താൻ കള്ളം പറഞ്ഞതാണെന്ന് പപ്പയെ അറിഞ്ഞു കഴിഞ്ഞാൽ പപ്പയ്ക്ക് എന്തായാലും അത് ക്ഷമിക്കാൻ കഴിയത്തില്ല. പപ്പ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അലീന പപ്പയോട് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്തുണ്ടായി പപ്പ? എന്നിട്ട് എന്തുണ്ടാവാൻ? ആ സ്ത്രീ അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നു. എന്നോട് എസ് ഐ ചോദിച്ചു, ഇതൊരു കേസാക്കി എടുക്കണോ, നിങ്ങൾ ഫാമിലീസ് അല്ലേ, എന്തിനാണ് അങ്ങനെ ഒരു കേസെന്നൊക്കെ. എനിക്കും തോന്നി, എനിക്കങ്ങനെ കേസിൻ്റെ പിന്നാലെ ഒന്നും പോവാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞാനും പറഞ്ഞു എനിക്ക് കേസായിട്ടൊന്നും മുന്നോട്ട് പോകണ്ട, അതിൻ്റെ ആവശ്യമില്ലെന്ന്. അപ്പോൾ അദ്ദേഹത്തിനൊരു നിർബന്ധം, അവരുടെ ഭാഗത്തായിരുന്നുവല്ലോ തെറ്റ്, ആ തെറ്റ് എൻ്റെ മുമ്പിൽ അവർ ഏറ്റു പറയണമെന്ന്. അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം തന്നെ റീത്തയും ഇളയ സഹോദരൻ സാമുവലും കൂടിയാണ് ആ സ്റ്റേഷനിലേക്ക് കയറി വന്നത്. ഇവരുടെയൊക്കെ എല്ലാത്തിൻ്റെയും കുരുട്ടുബുദ്ധി ആ സാമുവലും സേവിച്ചനുമാണെന്ന് അവരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം. ഇതൊക്കെ കേൾക്കുന്ന വല്യപ്പച്ചൻ പറയുന്നുണ്ട്, നിനക്കിപ്പോഴാണോ അവരെയൊക്കെ മനസ്സിലായത്? അല്ലല്ലോ, അവരൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒരുപാട് കാലമായില്ലേ. നല്ല രീതിക്ക് കുടുംബം കൊണ്ടു നടന്നിരുന്ന ആ എൽസമ്മയെ മനസ്സും മാറ്റി അവരുടെ കാൽക്കീഴിൽ കൊണ്ടുപോയിട്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതല്ലേ. എന്ത് കൂടോത്രവും മന്ത്രവാദമൊക്കെ ചെയ്തിട്ടാണാവോ ആ പെണ്ണിൻ്റെ മനസ്സിങ്ങനെ മാറ്റിയെടുത്തിട്ട് ഈ റീത്തയുടെ കാൽക്കൽ അവളിങ്ങനെ പറ്റിച്ചേർന്ന് കിടക്കുന്നതെന്നൊക്കെ വല്യപ്പച്ചൻ പറയുകയാണ്. വല്യപ്പച്ചൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ സ്റ്റാൻലി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അപ്പച്ചൻ ഇത് എവിടെ നിന്ന് കിട്ടി ഈ മന്ത്രവാദത്തിൻ്റെയും കൂടോത്രത്തിൻ്റെയും ഒക്കെ കഥകൾ? അല്ലടാ മോനെ, നമ്മൾ ഈ ബുക്കുകളിലൊക്കെ വായിക്കുന്ന പോലെയല്ലേ നല്ല രീതിയിൽ കുടുംബം കൊണ്ട് നടന്നിരുന്ന അവളുടെ സ്വഭാവം പെട്ടെന്ന് മാറിയത്, അത് വെച്ച് പറഞ്ഞതാണെന്ന് പറയുകയാണ്. സ്റ്റാൻലി ഉടനെ തന്നെ അലീനയോട് പറയുന്നുണ്ട്, എന്നിട്ട് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് റീത്താമ്മച്ചി എന്നോട് എല്ലാ തെറ്റുകളും തുറന്നു പറഞ്ഞു. എനിക്ക് അലീന വന്ന് കയറിയപ്പോൾ, അതായത് നീ അവിടെ പെട്ടെന്ന് ചെന്ന് കയറിയപ്പോൾ ഉള്ള ദേഷ്യത്തിൻ്റെ പുറത്താണത്രേ അവർ ആ കാർ ഇടിച്ച് നിൻ്റെ മേത്തേക്ക് കയറ്റിയത്. നീ മുറ്റത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. എന്താണെന്ന് നോക്കണേ, ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി വന്നിട്ട് താൻ ചെയ്ത തെറ്റുകളെ ഇങ്ങനെ സമർത്ഥമായിട്ട് അത് ശരിയാണെന്നുള്ള രീതിയിലാണ് ആ സ്ത്രീ അവിടെ കിടന്ന് അത്രയൊക്കെ പറഞ്ഞു കൂട്ടിയതെന്ന് പറയുകയാണ്. സ്റ്റാൻലി വളരെ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, ഇത്രയും കാലം അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ, സന്തോഷവും സമാധാനത്തോടും കൂടി ജീവിച്ചോട്ടെ. ഒരു മനുഷ്യന് ഏറ്റവും വേണ്ടത് സ്വസ്ഥതയും സമാധാനവുമാണല്ലോ. എൻ്റെ അരികത്ത് നിന്നും മാറി നിൽക്കുമ്പോൾ എൽസയ്ക്കും കുട്ടികൾക്കും അത് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങ് കിട്ടിക്കോട്ടെ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെ ഒരു സ്ത്രീക്കൊപ്പം അവർക്ക് എങ്ങനെയാണ് സ്വസ്ഥതയും മനസമാധാനവും കിട്ടുന്നത്? എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്ത അങ്ങ് ദേഷ്യം വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അലീനയോട്
അവിടേക്ക് പോവാൻ നിനക്ക് ഓക്കെ ആണെങ്കിൽ പോയിക്കോളാൻ പറഞ്ഞതെന്ന് കൂടി സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്. അലീന ഇതേ സമയം ചിന്തകളിൽ പോയിരിക്കുകയാണ് കേട്ടോ. അലീന സ്വയം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തുകൊണ്ടായിരിക്കും റീത്താമ്മച്ചി സത്യങ്ങൾ തുറന്നു പറയാതെ താൻ പറഞ്ഞ കള്ളക്കഥയ്ക്ക് സപ്പോർട്ട് പോലെ. അങ്ങനെയാണല്ലോ, ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ, അങ്ങനെയൊന്നുമല്ല സംഭവിച്ചതെങ്കിൽ കൂടി അലീന പറഞ്ഞു വെച്ച ആ കള്ളത്തിന് വാലും തുമ്പും ഉണ്ടാക്കി പറയുകയായിരുന്നു റീത്ത. ഇതൊക്കെ ആലോചിച്ചിട്ട് അലീനയ്ക്ക് വല്ലാത്തൊരു കൺഫ്യൂഷൻ തോന്നുകയാണ്. അലീന മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്, തന്നെ എന്തോ ചെയ്യാനുള്ള കണക്കുകൂട്ടലുകൾ റീത്ത അവിടെ എടുക്കുന്നുണ്ട്. എല്ലാ മുൻകരുതലോടും കൂടി എല്ലാം ഒന്ന് കരുതി വെച്ചിട്ട് തന്നെ വേണം ഇനി ആ വീട്ടിലേക്ക് പോവാനെന്ന്. വല്യപ്പച്ചൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കാണുമ്പോൾ സ്റ്റാൻലി ജോസഫ് ചോദിക്കുന്നുണ്ട്, അപ്പച്ചൻ എന്താ ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ ഇങ്ങനെ എനങ്ങാപ്പാറയായിട്ട് നിൽക്കുന്നത്? ഞങ്ങൾ ഈ സംസാരിക്കുന്നതൊന്നും കേൾക്കുന്നില്ലേ എന്ന്. വല്യപ്പച്ചന് എന്ത് പറയണമെന്നറിയുന്നില്ല. കാരണം ഇതെല്ലാം വല്യപ്പച്ചനും വല്ലാത്ത അതിശയം തന്നെയാണ്. അലീന പറഞ്ഞുണ്ടാക്കിയ കള്ളത്തിന് പിന്നാലെ എന്തുകൊണ്ടായിരിക്കും റീത്താമ്മച്ചിയും അതേ കള്ളം പറഞ്ഞതെന്ന ചിന്തയിൽ തന്നെയായിരുന്നു. അലീന വല്യപ്പച്ചനെ നോക്കുന്നുണ്ട്. രണ്ടുപേരും ബാക്കിലായിട്ടാണ്, കാറിൽ ബാക്ക് സീറ്റിലായിട്ടാണ് ഇരിക്കുന്നത്. വല്യപ്പച്ചൻ്റെ കൈകളിൽ പതിയെ ഇങ്ങനെ ഒന്ന് അമർത്തി പിടിക്കുകയാണ് അലീന, ഒന്നും വിട്ടു പറയരുതേ എന്നൊരർത്ഥത്തിൽ തന്നെ. സ്റ്റാൻലിയോട് മറുപടിയായി വല്യപ്പച്ചൻ പറയുന്നുണ്ട്, ഒന്നുമില്ലടാവേ, നാളെ അവിടേക്ക് തന്നെ കയറി ചെല്ലുമ്പോൾ അവരെല്ലാവരും ഒരിക്കൽ കൂടി ഒന്ന് ഷോക്കാവും. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്തുകൊണ്ടായിരിക്കും ഞങ്ങളൊക്കെ ഇവിടേക്ക് കയറി വരിക എന്ന ഒരർത്ഥം അവരുടെ മനസ്സിലുണ്ടാവാം. അവരൊട്ടും ഇനി ഞങ്ങളെ അവിടേക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതൊക്കെ ആലോചിച്ചിങ്ങനെ ഇരുന്നതാണെന്ന് പറയുന്നുണ്ട്. സ്റ്റാൻലി അപ്പോൾ പറയുകയാണ്, ഇനി അവർ പ്രതീക്ഷിച്ചാലും ഇല്ലെങ്കിലും അലീനയും അപ്പച്ചനും അവിടെ നിന്ന് മടങ്ങുന്നത് എൽസയെയും കുട്ടികളെയും എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ആ വരവായിരിക്കണമെന്ന്. സ്റ്റാൻലിയുടെ ആ വാശി കൂടി കണ്ടപ്പോൾ അലീനയ്ക്ക് ഒരല്പം കൂടി ഊർജം കൂടിയതുപോലെ തോന്നി. അലീന ഉറക്കെ ചിരിച്ചുകൊണ്ട് വല്യപ്പച്ചനോട് പറയാണ്, എങ്ങനെ ഇരിക്കുന്നു? ഞാനായിട്ട് ഇറങ്ങി തിരിച്ചതിന് ഇപ്പോൾ എനിക്ക് വഴി തെളിക്കുന്നത് ആരാണെന്ന് കണ്ടില്ലേ വല്യപ്പച്ച? ഇപ്പം മനസ്സിലായില്ലേ, നമ്മളൊരു കാര്യം വിചാരിച്ചിറങ്ങി തിരിച്ചാൽ നമ്മളുടെ കൂടെ നിൽക്കാൻ 1000 പേരുണ്ടാവുമെന്ന്? ഇപ്പോൾ കണ്ടില്ലേ, 1000 പേരെന്തിനാ, 10,000 ആളുടെ ബലമുള്ള എൻ്റെ പപ്പ തന്നെ എനിക്ക് കൂട്ട് വന്നില്ലേ എന്നൊക്കെ പറയുകയാണ്. ഇത് കേൾക്കുന്ന വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അതെ, ആരൊക്കെ കൂട്ട് വന്നാലും വന്നില്ലെങ്കിലും ഈ അപ്പച്ചനെ, ഈ വല്യപ്പച്ചനെ നീ മറക്കരുത്. ആദ്യത്തെ വട്ടം നിൻ്റെ പപ്പ എല്ലാത്തിനും എതിർത്തതാണ്. ഞാനൊരാൾ നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിനാണ് അവൻ നിന്നെ അവിടേക്ക് അയച്ചത്. ഇത് പറഞ്ഞ് തീരുന്നതിന് മുമ്പേ തന്നെ സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്, ഇപ്പോഴും ഞാൻ അവിടേക്ക് അലീനയോട് പൊയ്ക്കോളാൻ പറയുന്നതും എൻ്റെ അപ്പച്ചൻ കൂടുള്ള ധൈര്യത്തിൽ തന്നെയാണെന്ന്. ഇത് കേൾക്കുമ്പോൾ വല്യപ്പച്ചന് ഒരല്പം കൂടി വെയിറ്റൊക്കെ തോന്നുകയാണ്. അങ്ങനെ സംസാരിച്ച് നിൽക്കെ അവർ മൂവരും സ്റ്റാൻലി ജോസഫിൻ്റെ ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുന്നുണ്ട്. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി കൂട്ടുകാരെ.